+1 മുതൽ PG വരെയുള്ള കുട്ടികൾക്ക് പോസ്റ്റ് മാട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാൻ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എന്ന് സെർച്ച് ചെയ്ത് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ ഹോം പേജിൽ പ്രവേശിച്ച് പുതുതായി അപേക്ഷ നൽകുന്നവരാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നതിലും നേരത്തെ അപേക്ഷ നൽകി പുതുക്കാനുള്ളവർക്ക് ലോഗിൻ എന്ന ഓപ്ഷനിലും പ്രവേശിക്കാം. നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ പരിചയപ്പെടാം. ഇപ്പോൾ ലഭ്യമായ പേജ് ഗൈഡ്ലൈൻസ് വായിച്ചു മനസ്സിലാക്കി ഐ അഗ്രി ടു ദ ഫോളോയിങ് എന്നതിൻ്റെ താഴെ കാണുന്ന ചെക്ക് ബോക്സുകൾ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഫ്രഷ് രജിസ്ട്രേഷൻ ഫോർ അക്കാഡമിക് ഇയർ 2020-21 എന്ന് കാണാം. അതേപോലെ ലോഗിൻ ടു അപ്ലൈ ഫോർ റിന്യൂവൽ എന്നീ ഓപ്ഷൻസുകളും കാണാം. ഫസ്റ്റ് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കേരള എന്ന് സെലക്ട് ചെയ്യുന്നു. അടുത്തത് സ്കോളർഷിപ്പ് കാറ്റഗറി പ്രീ മാട്രിക് ആണോ അതോ പോസ്റ്റ് മാട്രിക് ആണോ? നാം ഇവിടെ പോസ്റ്റ് മാട്രിക് സെലക്ട് ചെയ്യുന്നു. ആധാർ കാർഡിൽ ഉള്ളതുപോലെ കുട്ടിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യണം. അടുത്ത കോളം സ്കീം ടൈപ്പ് സ്കോളർഷിപ്പ് എന്ന് സെലക്ട് ചെയ്യുക. അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. നെക്സ്റ്റ് ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യുക. മൊബൈൽ നമ്പറാണ് അടുത്ത കോളം. നെക്സ്റ്റ് ഇമെയിൽ ID. അടുത്തത് ബാങ്ക് IFSC കോഡ്. ഈ 2 കോളങ്ങളിലും IFSC കോഡ് പാസ്ബുക്ക് നോക്കി തെറ്റുകൂടാതെ അടിക്കുക. ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് അടുത്ത കോളം. ബാങ്ക് അക്കൗണ്ട് നമ്പർ ഈ കോളത്തിൽ ഒരിക്കൽ കൂടി അടിക്കുക. IFSC കോഡ് എൻ്റർ ചെയ്താൽ ബാങ്ക് നെയിം ഓട്ടോ ഫില്ലാണ്. അടുത്ത കോളം ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ആധാർ നമ്പറോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ സെലക്ട് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്താൽ പാസ്ബുക്ക് സ്കാൻ ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യണം. തുടർന്ന് ഈ കാണുന്ന ക്യാപ്ച കോഡ് അതേപോലെ ഇവിടെ എൻ്റർ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കാണുന്ന ഈ ചെക്ക് ബോക്സുകൾ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്നതോടെ സ്റ്റുഡൻ്റ് ആപ്ലിക്കേഷൻ ID ലഭിച്ചു. ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പൂർണ്ണമായി. ഈ ID നമുക്ക് വരും വർഷങ്ങളിലെല്ലാം ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകം എഴുതി സൂക്ഷിക്കുക. ഇനി നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇനി ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ആപ്ലിക്കേഷൻ ID ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇവിടെ പാസ്വേഡായിട്ട് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അവിടെ നൽകിയ രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ അതേ മാതൃകയിലാണ് അടിക്കേണ്ടത്. ഈ കാണുന്ന ക്യാപ്ച കോഡ് അതേപോലെ എൻ്റർ ചെയ്യുക. നമ്മുടെ പാസ്വേഡോ ആപ്ലിക്കേഷൻ IDയോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് നമുക്കത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും ക്യാപ്ച കോഡും എൻ്റർ ചെയ്തു കഴിഞ്ഞു. ഇനി ലോഗിൻ നൽകാം. രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ലോഗിൻ ടു അപ്ലൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്യുക. ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജായിട്ട് വരും. കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് പാസ്വേഡ്. രജിസ്ട്രേഷൻ സമയത്ത് നൽകിയ അതേ ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്യുക. തുടർന്ന് ഈ കാണുന്ന ക്യാപ്ച കോഡ് അതേപോലെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ലോഗിൻ നൽകുമ്പോൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നു. പാസ്വേഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പാസ്വേഡിൽ അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ് വേണം. A to Z സ്മോൾ ലെറ്റർ 1, ക്യാപിറ്റൽ ലെറ്റർ 1 മുതൽ 9 വരെയുള്ള ഏതെങ്കിലും ഒരു അക്കം പാസ്വേഡിൽ ഉണ്ടായിരിക്കണം. കൂടാതെ ഇവിടെ കാണിച്ചതുപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും പാസ്വേഡിൽ ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് നമുക്ക് സബ്മിറ്റ് നൽകാം. സബ്മിറ്റ് നൽകുമ്പോൾ ഓപ്പൺ ചെയ്തു വന്ന ഈ ഫോമിൽ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി അപേക്ഷ നൽകാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫോം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്ന അപേക്ഷാ ഫോമിൽ ജനറൽ ഇൻഫർമേഷൻ ആണ് ഒന്നാമത്തെ ഭാഗം. ജനറൽ ഇൻഫർമേഷനിൽ
രജിസ്ട്രേഷൻ സമയത്ത് നാം ഫില്ല് ചെയ്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഓട്ടോ ഫില്ലായി ഇവിടെ ഉണ്ടായിരിക്കും. സ്റ്റേറ്റ്, സ്കോളർഷിപ്പ് കാറ്റഗറി, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ. അടുത്തത് സിംഗിൾ ഗേൾ ചൈൽഡ് എന്നാണ്. ഒരേ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇവിടെ യെസ് എന്ന് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് റിലീജിയനാണ്. ഇവിടെ നൽകിയിരിക്കുന്ന റിലീജിയനിൽ നിന്ന് നമുക്ക് അനുയോജ്യമായത് സെലക്ട് ചെയ്യാം. അടുത്തത് കമ്മ്യൂണിറ്റി ഓർ കാറ്റഗറി ആണ്. നേരത്തെ മുസ്ലിം സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ OBC എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത കോളങ്ങൾ അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, വാർഷിക വരുമാനം. അടുത്തതായി ആധാർ ഇവിടെ തന്നെയുണ്ട്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇതെല്ലാം ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ സ്കോളർ അല്ലെങ്കിൽ ഹോസ്റ്റലർ എന്നാണ്. അവിടെ അനുയോജ്യമായത് നമുക്ക് സെലക്ട് ചെയ്യാം. അപേക്ഷാ ഫോമിൻ്റെ രണ്ടാം ഘട്ടം അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. അതിൽ സെലക്ട് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒന്നാമത്തത് ഇവിടെ ആദ്യം സ്റ്റേറ്റ് തിരഞ്ഞെടുക്കുക. രണ്ടാമതായി ജില്ല സെലക്ട് ചെയ്യുക. നമ്മുടെ വിദ്യാലയം ലഭിക്കാൻ വേണ്ടി ഗെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ജില്ലയിലുള്ള എല്ലാ വിദ്യാലയങ്ങളുടെയും പേരിവിടെ ലഭിക്കുന്നു. കുട്ടി പഠിക്കുന്ന വിദ്യാലയത്തിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് എളുപ്പത്തിൽ വിദ്യാലയം കണ്ടുപിടിക്കാം. ഇവിടെ മർക്കസ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ സ്കൂളിൻ്റെ പേര് ഇവിടെ ലഭ്യമാവുന്നു. ഈ റൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വിദ്യാലയം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കുന്നു. അവിടെ സെലക്ട് കൊടുക്കുക. ഇപ്പോൾ വിദ്യാലയത്തിൻ്റെ പേര് ഇവിടെ എൻ്റർ ആവുന്നു. അടുത്തത് പ്രസൻറ്റ് ക്ലാസ് ഓർ കോഴ്സാണ്. നമ്മുടെ കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ +1 എന്ന് സെലക്ട് ചെയ്തു. പ്രസൻറ്റ് ക്ലാസ് കോഴ്സ് ഇയർ ആണ് അടുത്തത്. 1 ഇയർ എന്ന് സെലക്ട് ചെയ്തു. മോഡ് ഓഫ് സ്റ്റഡി റെഗുലർ, ഫുൾ ടൈം, അതേപോലെ കറസ്പോണ്ടൻസ്, പാർട്ട് ടൈം എന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. റെഗുലർ, ഫുൾ ടൈം എന്ന് സെലക്ട് ചെയ്തു. പ്രസൻറ്റ് ക്ലാസ് സ്റ്റാർട്ട് ഡേറ്റ്, ക്ലാസ് ആരംഭിച്ച തീയതിയാണ്. ഇപ്പോൾ +1 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റ് കൊടുക്കാം. ഇനി +2 ഡിഗ്രിയോ ഒക്കെ ആണെങ്കിൽ അത് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്തത് ആ ഡേറ്റ് നമുക്കിവിടെ. അടുത്തത് പ്രീവിയസ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി നെയിമാണ്. കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവ ഓപ്ഷനിൽ നിന്നും യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്നതാണ്. ദെൻ പ്രീവിയസ് കോഴ്സ് 10th എന്ന് സെലക്ട് ചെയ്തു. അതേപോലെ നിങ്ങൾക്ക് അനുയോജ്യമായത് നിങ്ങൾ സെലക്ട് ചെയ്യുക. പ്രീവിയസ് പാസിംഗ് ഇയർ 2020 എന്ന് അടിച്ചെടുത്തു. അടുത്തതായി കഴിഞ്ഞ പരീക്ഷയിൽ ലഭിച്ച മാർക്കിൻ്റെ % ഇവിടെ ടൈപ്പ് ചെയ്യുക. അടുത്തത് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ഓർ സെക്കൻഡ് റാങ്ക് ഹോൾഡർ ആണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. അടുത്തത് 10th രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. നെക്സ്റ്റ് ബോർഡ് നെയിം സെലക്ട് ചെയ്യുക. ഇയർ ഓഫ് പാസിംഗ് 1. തുടർന്ന് +2 റോൾ നമ്പറാണ്. അത് +1 പഠിക്കുന്നവർക്ക് ബാധകമല്ല. കോമ്പറ്റേറ്റീവ് എക്സാം ക്വാളിഫൈഡ് അങ്ങനെ എന്തെങ്കിലും എക്സാം ഉണ്ടെങ്കിൽ അവിടെ NM MS പോലെയുള്ള ഉണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് അതർ ഡീറ്റെയിൽസ് എന്നാണ്. അതിൽ ഒന്നാമത്തത് ഓർഫൻ ആണോ എന്നാണ്. ആണെങ്കിൽ യെസ് കൊടുക്കാം. യെസ് ആണെങ്കിൽ ഗാർഡിയൻ നെയിം കൂടി എൻ്റർ ചെയ്യണം. ഞാനിവിടെ നോ സെലക്ട് ചെയ്തു. അടുത്തത് ഈസ് ഡിസേബിൾഡ് എന്നാണ്. ഡിസേബിൾ ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം. യെസ് സെലക്ട് ചെയ്താൽ ടൈപ്പ് ഓഫ് ഡിസേബിലിറ്റിയും % ഓഫ് ഡിസേബിലിറ്റിയും എൻ്റർ ചെയ്യണം. അടുത്തത് അൺമാരീഡ് സെലക്ട് ചെയ്തു. അടുത്തത് പാരൻസിൻ്റെ ജോലിയാണ്. ഇവിടെ സെലക്ട് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതേഴ്സ് കൊടുക്കുക. അക്കൗണ്ട് നമ്പറും IFSC കോഡും ഇവിടെ ഓൾറെഡി ഓട്ടോ ഫില്ലാണ്. ഇനി സേവ് ആൻഡ് കണ്ടിന്യൂ നൽകുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഇവിടെ കേരള വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് കേരള ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി ജില്ലയും താലൂക്കും സെലക്ട് ചെയ്യണം. അടുത്ത കോളത്തിൽ വീട്ടുപേരും നെക്സ്റ്റ് കോളത്തിൽ പിൻ നമ്പറും എൻ്റർ ചെയ്യണം. ഇവിടെ സ്കീം പോസ്റ്റ് മാട്രിക് സ്കോളർഷിപ്പ് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ കാണുന്ന ഈ 8 വിഭാഗം സർട്ടിഫിക്കറ്റുകൾ നമ്മളുടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓരോന്നും നേരത്തെ നമ്മൾ തയ്യാറാക്കി കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ മൊബൈലിൽ സൂക്ഷിക്കണം. ഉദാഹരണത്തിന് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ കാണുന്ന ഈ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സർട്ടിഫിക്കറ്റ് നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, അതേപോലെ പ്ലേസ് ഓഫ് ഇഷ്യൂ,
ആൻഡ് ഇഷ്യൂഡ് ബൈ, ആരാണ് ഇഷ്യൂ ചെയ്തത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യണം. ഇനി നമുക്ക് ചൂസ് ഫയൽ സെലക്ട് ചെയ്യാം. നമ്മുടെ ഫയൽ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ഫയലിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഫയൽ ഇപ്പോൾ സെലക്റ്റായി. ഇനി അപ്ലോഡ് നൗ കൊടുക്കുക. ഡോക്യുമെൻ്റ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് ഈ വിൻഡോ അങ്ങ് ക്ലോസ് ചെയ്യാം. ഫയൽ അപ്ലോഡായി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കണ്ണിൻ്റെ അടയാളം കാണിക്കും. അപ്ലോഡ് ചെയ്ത ഫയൽ കാണണമെങ്കിൽ ഈ ഐ അടയാളത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് മാറിപ്പോയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. നമ്മൾ സ്കാൻ ചെയ്ത ഫയലുകൾ ഒരുപക്ഷെ 200 KB കൂടുതലാണെങ്കിൽ ഇവിടെ അപ്ലോഡ് ആവാൻ പ്രയാസമാണ്. അതേപോലെ PDF അല്ലെങ്കിൽ JPG ഫയലുകൾ മാത്രമാണ് അപ്ലോഡ് ആവുക. ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്ക് ഫയൽ റീസൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഗൂഗിളിൽ റീസൈസ് PDF എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്താൽ നമ്മുടെ ഫയൽ ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്ക് റീസൈസ് ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ കംപ്രസ് PDF ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ സെലക്ട് PDF ഫയൽ എന്ന സ്ഥലത്ത് നമുക്ക് റീസൈസ് ചെയ്യേണ്ട ഫയൽ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ JPG ഫയലുകളും നമുക്ക് റീസൈസ് ചെയ്യാവുന്നതാണ്. ഇനി ഫോട്ടോഗ്രാഫ് എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ അപ്ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സർട്ടിഫിക്കറ്റ് നമ്പർ, ഡേറ്റ് ഇവയൊന്നും ഫോട്ടോഗ്രാഫിന് ആവശ്യമില്ല. ഇവിടെ ചൂസ് ഫയൽ കൊടുത്തുകൊണ്ട് ഫോട്ടോഗ്രാഫ് ഉള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. ഫയൽ സെലക്ട് ചെയ്ത് അപ്ലോഡ് നൗ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. അപ്ലോഡ് ചെയ്തത് കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി നേരത്തെ ചെയ്തതുപോലെ ഈ കണ്ണിൻ്റെ അടയാളത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയൽ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. ഇതേപോലെ ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്ത് എല്ലാ ഫയലുകളും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുത്ത് ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്ത് ഫൈനൽ സബ്മിറ്റ് നൽകാം. ശേഷം പ്രിൻ്റ് എടുത്ത് നമ്മുടെ വിദ്യാലയത്തിൽ കൊടുക്കുകയും വേണം. പ്രിൻ്റ് സബ്മിറ്റ് ചെയ്യുന്ന അവസരത്തിൽ എടുക്കണമെന്ന് നിർബന്ധമില്ല. പിന്നീട് നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്ത് പ്രിൻ്റ് ഓപ്ഷനിൽ പോയി പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം.